അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൈത്തൂൻ ബീവിയുടെ നിർബന്ധപ്രകാരം അതാ അറബി റൂമിലേക്ക് കടക്കുന്നു. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം വിചാരിച്ചില്ല ആ സമയത്ത് ഫർസാന കുഞ്ഞിനെ പാലൂട്ടുകയാണെന്ന്. എന്നാൽ അദ്ദേഹം ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ചു. യാ അല്ലാ! അറബിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതെ, ഒരിക്കൽ പോലും കാണാത്ത ആ ഒരു കാഴ്ചയാണ് എൻ്റെ കൺമുമ്പിൽ വന്നിരിക്കുന്നത്. പഠിച്ചോനെ, ഒരു നിമിഷം അറബി ഞെട്ടിത്തെറിച്ചു പോവുകയാണ്. പെട്ടെന്ന് തൻ്റെ നിയന്ത്രണങ്ങളെല്ലാം നഷ്ടമായതുപോലെ എന്തൊക്കെയോ മനസ്സിന് വല്ലാത്തൊരു അവസ്ഥ. എന്നാൽ നിമിഷങ്ങൾക്കകം അത് തിരിച്ചറിഞ്ഞു അറബി. അതെ, ഹറാമാണ് ഞാൻ ദർശിച്ചത്. ഒരിക്കൽ പോലും ഞാനതറിഞ്ഞില്ല. എൻ്റെ ബീവിയുടെ നിർബന്ധത്തിന്, എന്തോ അത്യാവശ്യം കാര്യത്തിന് എന്നു കരുതിയിട്ട് മാത്രമാണ് ഞാനിങ്ങോട്ട് പ്രവേശിച്ചത്. പക്ഷേ കുഞ്ഞിന് പാലൂട്ടുന്ന ആ ഒരു രംഗം റബ്ബേ, ഞാൻ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അറബിക്ക് എന്തൊക്കെയോ അവസ്ഥ തോന്നിപ്പോയി. പെട്ടെന്ന് തന്നെ തൻ്റെ മുഖം മറച്ചുകൊണ്ട് അദ്ദേഹം തിരിഞ്ഞ് നടക്കുന്നു. എന്നാൽ ഫർസാന അത് കണ്ടില്ല. അവൾ പാതി മയക്കത്തിലാണ്. കുഞ്ഞിനെ മടിയിൽ വെച്ച് പാലൂട്ടുന്നതിനിടയിൽ അവൾ പാതി മയക്കത്തിലാണ്. പെട്ടെന്ന് തന്നെ തൻ്റെ ഭർത്താവ് മുഖം പൊത്തി തിരിച്ചു വരുന്നത് കണ്ട സൈത്തൂൻ ബീവി ചോദിക്കുന്നു, യാ സൈഫ്, എന്താ ഇത്ര പെട്ടെന്ന് പോന്നത്? അല്പസമയം കുഞ്ഞിൻ്റെയും അവളുടെയും അരികിൽ ഇരിക്കുവാനാണ് ഞാൻ നിങ്ങളെ പറഞ്ഞയച്ചത്, അല്ലാതെ ഒരു നോക്ക് കണ്ട് തിരിച്ചു വരാനല്ല. പ്ലീസ് എൻ്റെ ബേബി, ദയവായി നീ എന്താണങ്ങ് പറയുന്നത്? അങ്ങയുടെ ഭാര്യയും കുഞ്ഞുമാണത്. കുഞ്ഞിനെ പാലൊട്ടുമ്പോഴൊക്കെ പിതാവിൻ്റെ സാന്നിധ്യം അത് ഏറ്റവും നല്ലതാണ്. കുഞ്ഞിനെ എന്താ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നത്? അങ്ങനെ പോരാൻ ഒരിക്കലും പാടില്ലല്ലോ. ചെല്ലും, അങ്ങോട്ട് ചെല്ലും. കുറച്ച് സമയം അവൾ പാലൂട്ടുമ്പോൾ അവളെ തലോടിയിട്ട് അവളെ കൂടി വെക്കുന്നിരിക്കെ ഒരു സന്തോഷം സമാധാനം വേണ്ടേ? യാ സൈഫ്, അങ്ങ് എന്താണ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും അങ്ങ് ഒഴിഞ്ഞു മാറുകയാണല്ലോ. അങ്ങയുടെ കുഞ്ഞല്ലേ അത്? അറബി വെറുതെ ഒന്ന് തലയാട്ടി. എന്താ സൈഫ്, അങ്ങെന്താ ഇങ്ങനെ? അങ്ങേക്കൊന്നൊരു സന്തോഷമില്ലാത്ത? അങ്ങെന്താ എന്തോ കണ്ട് ഞെട്ടിയ പോലെ? ഹേയ് ബീവി, ഞാനിപ്പോൾ വരാം, നീ ചെല്ലേ കുഞ്ഞിൻ്റെ അടുക്കലേക്ക്. അവൾ ഉറങ്ങിയെന്ന് തോന്നുന്നു. ഉറങ്ങിപ്പോയോ? ഓ, ഞാൻ അവളങ്ങനെ ഇരിക്കുകയാണെന്ന് കരുതിയിട്ട് നിങ്ങളെ പറഞ്ഞയച്ചത്. എന്നാലും കുറച്ച് അവളുടെ അടുക്കൽ പോയിരുന്ന് സംസാരിച്ചൂടെ എൻ്റെ സേഫ്? എന്ത് നിങ്ങളിങ്ങനെ? എനിക്ക് വെറും പ്രസവിക്കാൻ വേണ്ടി മാത്രമല്ല അവളെ നിങ്ങളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. പ്രസവിച്ചു കഴിഞ്ഞാൽ അവൾ ആ കുഞ്ഞിൻ്റെ ഉമ്മയാണ്. അതായത് അങ്ങയുടെ ഭാര്യയും കുഞ്ഞിൻ്റെ ഉമ്മയും കൂടി ആയ സ്ഥിതിക്ക് അവൾക്ക് കൂടുതൽ സ്ഥാനമാനങ്ങളാണ് ഇവിടെ ലഭിക്കുക. ഒരു പക്ഷേ എന്നെക്കാളും സ്ഥാനം അവൾക്കായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, എനിക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭാര്യ എന്നുള്ള സ്ഥാനമേ ഉള്ളൂ. പക്ഷെ അവൾക്ക് അങ്ങനെയല്ല. ഇവിടുത്തെ ഉമ്മ, അങ്ങയുടെ അവകാശിയുടെ ഉമ്മ എന്നുള്ള രീതിയിലും അങ്ങനെ പല രീതിയിലും ഫർസാനയ്ക്ക് ഇവിടെ സ്ഥാനമുണ്ട്. എൻ്റെ സ്ഥാനമല്ല ഒരിക്കലും. അതുകൊണ്ട് എന്തൊക്കെ തന്നെയാലും അങ്ങ് ചെല്ലണം അവളുടെ അടുക്കിലേക്ക്. ബിവി, എനിക്ക് അല്പം തിരക്കുണ്ട്, ഞാൻ വരാം. നീ ചെല്ല്. നീ ചെന്നിട്ട് അവളുടെ അടുക്കൽ പോയിട്ട് ആശ്വസിപ്പിക്ക്. ശരിക്കും സൈത്തൂൻ ബീവിക്ക് സങ്കടമായി. യാ സൈഫ്, അങ്ങ് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ഇങ്ങനെയല്ലട്ടോ ഒരു ഭർത്താവിൻ്റെ സ്നേഹം. ബേബി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല. അവളെ കുഞ്ഞിന് പാലൂട്ടുന്ന സമയത്ത് അവളെ പതുക്കെ ഒന്ന് തഴുകി തലോടി ആശ്വാസവാക്കുകൾ പറഞ്ഞാൽ അതെന്തൊരു റാഹത്താണെന്നോ ഏതൊരു ഭാര്യമാർക്കും. അങ്ങ് ചെല്ലൂ. അങ്ങ് ചെന്നിട്ട് അവളോട് സംസാരിക്കൂ. ബേബി, എനിക്കൊരു കോൾ വന്നിട്ടുണ്ട്, അങ്ങനെ ഞാൻ പെട്ടെന്ന് പോകുന്നത്. ഞാൻ പോകട്ടെ. അങ്ങനെ അത് സേഫ് അറബി അവിടെ നിന്ന് നേരെ പോകുന്നു. നേരെ വാഹനത്തിലേക്ക് കയറുന്നു. അയാൾ ആ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഒരു നിമിഷം എന്ത് പറയണം എന്ത് ചെയ്യണമെന്നറിയാതെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. യാ റബ്ബേ, ഞാൻ എന്താ കണ്ടത്? ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഒരു ഹറാം ഇതുവരെ ദർശിച്ചിട്ടില്ല, കരുതി കൂട്ടിക്കൊണ്ട് ഒരിക്കലും. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൾ
എൻ്റെ നേത്രങ്ങൾ കൊണ്ട് കണ്ട ആ കാഴ്ച അതെനിക്ക് ഒരിക്കൽ പോലും മറക്കുവാനേ കഴിയുന്നില്ല റബ്ബേ. എനിക്ക് എന്ത് ഞാൻ ചെയ്യാം എനിക്കറിയുന്നില്ല. എന്നാൽ അതിനുശേഷം നമ്മുടെ സെയ്ഫ് അറബിയുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, എൻ്റെ ജെയ്ത്തൂനെ ഞാൻ പറ്റിച്ചു. ഇത്രയും ദിവസം അവളെ ഞാൻ ഫർസാൻ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് പറ്റിച്ചു, എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ്. പഠിച്ചോനെ, നീ എനിക്ക് പുറത്തിരണേ അല്ലാ. പഠിച്ച റബ്ബേ, എൻ്റെ മനസ്സിൽ നിന്ന് ആ രംഗം മായുന്നില്ല. ഞാൻ കണ്ട കാഴ്ച അതിൻ്റെ കണ്ണിലേക്ക് വീണ്ടും ഉദിച്ചു വരികയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അങ്ങനൊരു കാഴ്ച എനിക്ക് കാണാനിടയായത്. റബ്ബേ, ഞാൻ എന്താ ചെയ്യുക എനിക്കറിയുന്നില്ല. സെയ്ഫുദ്ദീൻ അറബിയുടെ മനസ്സിൽ അതാ ഫർസാനയുടെ ആ ചിത്രമാണ് തെളിഞ്ഞു നിൽക്കുന്നത്. അവൾ പാലൂട്ടുന്ന ആ ഒരു ചിത്രം, അത് ശരിക്കും കാര്യമായിട്ട് മറവുകളൊന്നുമില്ലാത്ത രീതിയിൽ തലയിൽ ഷോളുണ്ട്. പക്ഷേ പഠിച്ചോനെ, എൻ്റെ കണ്ണിൽ നിന്നത് മായൊന്നില്ലല്ലോ. എനിക്കത് വല്ലാത്തൊരു ഷോക്കായി മാറിയിരിക്കുകയാണ്. റബ്ബേ, മറവി കൊണ്ടല്ല, എനിക്ക് നീ മറവി കൊണ്ട. എൻ്റെ കണ്ണുകളിലൂടെ ഞാൻ കണ്ട ഹറാം അതെനിക്ക് പുറത്തു തരണമല്ല. അറിഞ്ഞുകൊണ്ടല്ല, ഒരിക്കലും കരുതി കുട്ടികൊണ്ടുമല്ല, അറിയാതെ പെട്ടുപോയല്ല. ജെയ്ത്തൂൻ്റെ പണിയാണ്. ജെയ്ത്തൂൻ അറിയില്ലല്ലോ. അവൾ വിചാരം ഇതെല്ലാം ഹലാലാണെന്നാണ്. പക്ഷേ അവൾ അത് അങ്ങനെ ചെയ്തത് അത് വല്ലാത്തൊരു റബ്ബേ, എൻ്റെ കണ്ണിലെ മറവി കൊണ്ട എനിക്കത് ആലോചിക്കാൻ കഴിയുന്നില്ല. ഫർസാനയുടെ മുഖവും അറബി കണ്ട കാഴ്ചയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നേയില്ല. ഇനി എന്ത് ചെയ്യും റബ്ബേ? അവളെ അങ്ങ് വിവാഹം കഴിച്ചാലോ എന്ന് വരെ തോന്നിപ്പോകാണ്. പഠിച്ചോനെ, ഇനി ഞാൻ ഓർക്കുന്നത് അത് തികച്ചും തെറ്റാണ്. എൻ്റെ തെറ്റായ കണ്ണുകൾ കൊണ്ടാണ് ഞാനത് ഓർക്കുന്നതും എൻ്റെ തെറ്റായ മനസ്സുകൊണ്ടാണ് ഞാനത് കാണുന്നതും. അതുകൊണ്ട് റബ്ബേ, പഠിച്ചോനെ, എനിക്ക് നീ പുറത്തു തരണം. അവളെ ഹലാലാക്കാതെ ഇനി രക്ഷയില്ല. ഇനി ഒരിക്കൽ പോലും അവളെ ഒരു പക്ഷെ നേരിട്ട് കണ്ടാൽ പോലും എനിക്ക് അവളെ മറ്റൊരു രീതിയിൽ കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇതുവരെ കണ്ട രീതിയിൽ ഇപ്പോൾ എനിക്ക് അവളെൻ്റെ മനസ്സിലേക്ക് വല്ലാതെ അങ്ങ് ചേക്കേറി കഴിഞ്ഞു. അവളുടെ ആ മുഖം അതിൻ്റെ മനസ്സിൽ നിന്ന് മായൊന്നില്ല. അതെ, അവളുടെ ആ ശരീരവും. ശരിക്കും അതാ അറബി അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്. വാഹനത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെ നോക്കിയാലും അവളുടെ ആ മനോഹരമായ മുഖവും ശരീരവും. പഠിച്ചോനെ, മറക്കാൻ അങ്ങനെ എന്ത് ചെയ്യും? ഒരുപാട് സമയം പഠിച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു, അല്ലാ നീ പുറത്തു തരണം അല്ലാ. ഞാൻ കരുതി കൂട്ടിക്കൊണ്ടല്ല, അറിഞ്ഞുകൊണ്ടുമല്ല, അറിയാതെ പെട്ടുപോയി. റബ്ബേ, നീ എനിക്ക് പുറത്തു തരണം. ഒരിക്കൽ പോലും എന്നെ ശിക്ഷിക്കല്ലേ അല്ലാ. അതിനു വേണ്ടിയിട്ട് അതിന് പ്രായശ്ചിത്തമായിക്കൊണ്ട് റബ്ബേ, ഞാൻ അവളെ നിക്കാഹ് കഴിച്ചോളാം. അവളെ ഞാൻ നിക്കാഹ് കഴിച്ചോളാം. അവളുടെ മകനെ ഞാൻ എൻ്റെ സ്വന്തം മോനെ പോലെ പോറ്റിക്കോളാം. റബ്ബേ, എനിക്ക് നീ പുറത്തു തരണം. സത്യം പറഞ്ഞാൽ സെയ്ഫ് അറബിക്ക് അത് വല്ലാത്ത മനസ്സിന് ഒരു ഷോക്കായി മാറിയിരിക്കുകയാണ്. എന്ത് ഞാൻ ചെയ്യും? ജെയ്ത്തൂനോട് ഈ കാര്യം എങ്ങനെ പറയും? ഫർസാനയോട് ഇതെങ്ങനെ പറയും? എനിക്കറിയുന്നില്ല. അതെ, ജെയ്ത്തൂനോട് ഇതുവരെ നടന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ അവളൊരു പക്ഷേ വല്ലാത്ത ടെൻഷനായി മാറും. പക്ഷേ ഈ കാര്യം ഞാൻ അവളോട് പറഞ്ഞാൽ അവൾ പ്രസവിച്ചല്ലോ, ഇനിയിപ്പോൾ തെറ്റില്ലല്ലോ നിക്കാഹ് ചെയ്യുന്നതിൽ. എന്തൊക്കെയായാലും അവളോട് പറഞ്ഞാൽ ഒരു പക്ഷേ അവളുടെ പ്രതികരണം എന്തായിരിക്കും? അവൾ പറഞ്ഞിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകണം എന്നൊക്കെ, കുഞ്ഞിനെ ഇവിടെ തന്നിട്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവൾ തിരിച്ചു വരുമോ? എനിക്കറിയുന്നില്ല. ഞാൻ എന്താ ചെയ്യാം എനിക്കറിയുന്നില്ല. ശരിക്കും സെയ്ഫ് അറബിക്ക് വല്ലാത്തൊരു വിഷമവും സങ്കടമാണ് വരുന്നത്. പക്ഷേ തൻ്റെ കാഴ്ചകൾ അതിൽ തന്നെ കണ്ണ് ഉടക്കി നിൽക്കുന്ന പോലെയാണ് ഷിഫി ഉസ്താദിന് തോന്നുന്നത്. കുറച്ചു സമയം യാത്ര ചെയ്തിട്ടും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണുന്നില്ല. ജെയ്ത്തൂൻ ബി വിചാരിച്ചു, അല്ലെങ്കിലും സെയ്ഫിനെ അല്പസമയം അവളുടെ കൂടെ ഇരുന്ന് കുഞ്ഞിനെ കളിപ്പിച്ചൂടെ? സെയ്ഫ് കുഞ്ഞിനെ കളിപ്പിക്കും, എന്നോട് പറയും, ജെയ്ത്തൂൻ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപാടി. അങ്ങനെ ജെയ്ത്തൂനെ കുഞ്ഞിനെടുത്തു കൊണ്ടുവരും, അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും. അതെ, ജെയ്ത്തൂനും സെയ്ഫും രണ്ടുപേരും ഒരുമിച്ച് കുഞ്ഞിനെ കളിപ്പിക്കും. അങ്ങനെയാണ് പതിവ്. പക്ഷേ
അങ്ങനെ മാത്രം പോരല്ലോ, ഫർസാനയുടെയും കുഞ്ഞിൻ്റെയും കൂടെ സേഫ് നിൽക്കണമല്ലോ. അങ്ങനെയാണല്ലോ വേണ്ടത്. അവരൊരുമിച്ച് അവരുടെ കുഞ്ഞിനെ കളിപ്പിക്കട്ടെ. അല്ല, ഞങ്ങളുടെ കുഞ്ഞിനെ. അത് ആലോചിച്ചപ്പോൾ ജെയ്ത്തൂൻ ബീവിക്ക് മനസ്സിനുള്ളിൽ അല്പം സങ്കടം തോന്നി. എങ്കിലും അഭിമാനിച്ചു. എൻ്റെ ആഗ്രഹപ്രകാരം അവളെ വിവാഹം കഴിച്ചു. അവൾ പ്രസവിച്ചു. അൽഹംദുലില്ലാ, പഠിച്ചോനെ നിനക്കാണ് സർവസ്തുതിയും. തൻ്റെ സൈഫിനെ കാണാനില്ല. നേരെ അതാ ഫർസാനയുടെ അരികിലേക്ക് ജെയ്ത്തൂൻ ബീവി ചെല്ലുന്നു. ഫർസാന മോളെ, കുഞ്ഞ് പാല് കുടിച്ചോ? ഉറങ്ങിയോ? അല്ല കൊണ്ട, ഞാൻ കെടുത്താം. വേണ്ട ബീവി, ഞാൻ കിടത്തിക്കോളാം. അല്ല, മോളൊന്ന് തന്നേക്ക്. മോളൊന്ന് കാലൊക്കെ നല്ലോണം നീട്ടി വെച്ച് നല്ലോണം ഉറങ്ങിക്കേ. മോനെ ഞാൻ നോക്കിക്കോളാം. ഇനി ഉണർന്നാലും പാല് കൊടുക്കാൻ വേണ്ടി മാത്രം വിളിക്കാട്ടോ. നല്ല രീതിയിലൊന്ന് കിടക്ക്. പിന്നെ നാളെ മുതൽ മോളെ നല്ല രീതിയിലൊന്ന് കുളിപ്പിച്ച് മസാജൊക്കെ ചെയ്യാൻ ഞാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ വരും കേട്ടോ. അവർ നിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശരിയാക്കി തരും. പിന്നെ ഫുഡൊക്കെ കുറേശ്ശെയൊക്കെ കഴിച്ച് തുടങ്ങാം കേട്ടോ, നല്ല ഫുഡ്സൊക്കെ. പിന്നെ ഇപ്പോൾ കാര്യമായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങൾ, മിൽക്ക് അങ്ങനെയൊക്കെ അല്ലേ കഴിക്കുന്നത്. ഇനി കുറച്ചും കൂടി നല്ല ഹെവി ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിക്കാം കേട്ടോ. മോൾക്ക് അസുഖമൊന്നുമില്ലല്ലോ, ടെൻഷനൊന്നുമില്ലല്ലോ, തലവേദന ഒന്നും? ഇല്ല ബീവി. സത്യം പറഞ്ഞാൽ ജെയ്ത്തൂൻ ബീവിയുടെ ആ ഒരു സ്നേഹം കൊണ്ട് ഫർസാനയുടെ മനസ്സ് നിറയുകയായിരുന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് ബീവി ചോദിക്കുന്നു, ഫർസാന മോളെന്താ കരയുന്നത്? ഒരു പക്ഷേ സേഫ് അവളുടെ കൂടെ ഇരിക്കായിട്ട് അവൾക്ക് ടെൻഷനായോ? കൂടുതൽ അവരുമായി ഇടപഴകായിട്ട് ടെൻഷനായോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു. അതെ മോളെ, എന്തു പറ്റി? സേഫ് വരൂ കേട്ടോ. സേഫിന് അല്പം തിരക്കായതുകൊണ്ട് പോയതാണ്. അതൊന്നുമല്ല മോളെ. മോൾക്ക് സേഫിന് തരാത്ത സ്നേഹം തരാൻ എനിക്കൊരിക്കലും കഴിയില്ല, എനിക്കറിയാം. എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ബേബി, എനിക്ക് സത്യമായിട്ടും നിങ്ങൾ എൻ്റെ സ്വന്തം ജ്യേഷ്ഠത്തെ പോലെയാണ് എന്നെ സ്നേഹിക്കുന്നത്. സത്യമായിട്ടും മോളെ. ആണല്ലോ, നീ എൻ്റെ കുഞ്ഞെ നീതിയാണെന്ന് ഞാൻ പലപ്പോഴും പറയാറില്ലേ? മോൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരും. എനിക്ക് നീ ഒരു കുഞ്ഞിനെയാണ് തന്നിട്ടുള്ളത് കളിപ്പിക്കാൻ. നമ്മുടേതെന്ന് പറയാൻ, എൻ്റേതെന്ന് പറയാൻ എനിക്കിപ്പോൾ ഒരാളുണ്ട്. ഫർസാന പുഞ്ചിരിച്ചു. പെട്ടെന്ന് അവളുടെ മുഖവും വല്ലാതെ അങ്ങ് വാടിപ്പോയി. അതെ, ഈ കുഞ്ഞ്, റബ്ബേ, ഈ കുഞ്ഞിപ്പോൾ ആരുടെ കുഞ്ഞാണ്? ഒരിക്കൽ പോലും അത് സേഫിൻ്റെ കുഞ്ഞല്ല, അറബിയുടെ കുഞ്ഞല്ല. ഞാനിവരെ ചതിക്കുകയാണല്ലോ. അല്ലാ, നീ പൊറുക്ക്. എന്നാൽ ഈ സമയം അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ അതാ അറബി അങ്ങോട്ട് വരുന്നു. ജെയ്തൂൻ, അർബ വന്നോ? എന്താ സേഫ് എവിടെയായിരുന്നു ഇതുവരെ? കുഞ്ഞൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ നടക്കുകയാണോ നിങ്ങൾ? കുറച്ചൊക്കെ ഇവിടെ നിൽക്കണ്ടേ? മക്കളൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ എന്തൊരു ഹാപ്പി ആയിരിക്കും. ഞാൻ വന്നല്ലോ പെണ്ണേ. പിന്നെ എനിക്കൊരു കാര്യം പറയാൻ കേട്ടോ. എന്ത് കാര്യം? അതെ, ഞാൻ പറയാം. ഇനി എന്നോട് പറയണ്ട, നേരെ ഫർസാനോട് പോയി പറ. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ ചേലാകർമ്മം അത് ചെയ്യണം, സുന്നത്ത്. പഠിച്ചോനെ, എന്ത് നിങ്ങളീ പറയുന്നത്? ഡെലിവറി കഴിഞ്ഞ് 3-4 ദിവസമായ കുഞ്ഞിൻ്റെ അതിനെന്താ പെണ്ണ്, പ്രസവിച്ച് കിടക്കുമ്പോൾ ചെയ്യണം ഏറ്റവും നല്ലത്. എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ചേലാകർമ്മം ചെയ്യണം. ആയിക്കോട്ടെ. അത് നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ഉടനെ തന്നെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ജനിച്ച് വീണപ്പോൾ തന്നെ അങ്ങനെയായിരുന്നു എന്നാണല്ലോ. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. എന്നാൽ ഒരിക്കൽ പോലും അതൊരു ഹിന്ദു യുവാവിൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യം ഇവർക്ക് അറിയുന്നില്ല. അത് അറബിക്ക് മാത്രം അറിയാം, മറ്റാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അറബി അതിനെ മുൻകൈ എടുക്കുകയും ചെയ്തു. പെട്ടെന്ന് കുഞ്ഞിനെ സുന്നത്ത് കർമ്മം കഴിച്ചിട്ട്, മുസ്ലിമിൻ്റെ പേരാണ് ഇട്ടത്, ഇനി സുന്നത്ത് കർമ്മം കഴിക്കണം. അതെ, മുഅ്മിനായി വളർത്തണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇൻഷാ അല്ലാ. അങ്ങനെ അതാ ഫർസാനയുടെ റൂമിലേക്ക് അവൾ ഓടിച്ചെല്ലുന്നു. ബീവി മോളെ, പിന്നെ മോൻ്റെ സുന്നത്ത് കഴിക്കണമെന്നാണ് സേഫ് പറഞ്ഞത്. അത് പെട്ടെന്നാക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. അതെ, ശരിയാണ്, വളരെ ശരിയാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതെൻ്റെ കുഞ്ഞല്ലാതെയായി മാറും. റബ്ബേ, എനിക്ക് സമ്മതമാണ് ബീവി, പെട്ടെന്ന് ആ കാര്യം ചെയ്യാണ് നല്ലത്. അവൾ
ഈ ഒരു കാര്യം പെട്ടെന്ന് സമ്മതിക്കുന്നത് ഒരിക്കൽ പോലും അതാ വിചാരിച്ചില്ല. സെയ്ത്തൂൻ ബീവിക്ക് സന്തോഷമായി. ഫർസാന മോൾ എല്ലാത്തിനും സപ്പോർട്ടാണല്ലേ. നേരെ അതാ കുഞ്ഞിനെയും കൊണ്ട് സെയ്ത്തൂൻ ബീവി അറബിയുടെ അരികിലേക്ക് എത്തുന്നു. ആ കണ്ടില്ലേ ചെക്കൻ്റെ ഒരു കണ്ണ് നോക്കുന്ന കണ്ടില്ലേ? ആഹാ ചിരിക്കുന്നുണ്ടല്ലോ. ആ നിന്നോടാ ചിരിക്കുന്നത് കേട്ടോ. എൻ്റെ ഉമ്മച്ചി എവിടെയാ ചോദിച്ചിട്ട് ആ മോൻ്റെ ഉമ്മച്ചി ഇത് എവിടെ ഉണ്ടല്ലോ. ഓ എന്തൊരു ചിരിയാണ് പെണ്ണെ. അത് മുഖത്ത് നോക്കി ചിരിക്കുന്നല്ല, മലക്കുകളോടൊക്കെ ചിരിക്കുകയാണ്. നമ്മളെ മുഖത്ത് നോക്കുമ്പോൾ എന്തൊക്കെ തന്നെയല്ലേ ഒരു 35 ദിവസം 40 ദിവസം ആകുമ്പോഴാണ് നമ്മുടെ കുഞ്ഞ് സംസാരിക്കാനും ഇതിനൊക്കെ തുടങ്ങുക. ഇപ്പം നിന്നോടൊന്നുമില്ല പെണ്ണെ. അത് ആയിക്കോട്ടെ സമ്മതിച്ചു. ആ പിന്നെ ഫർസാന സമ്മതിച്ചു കേട്ടോ. ആണോ? മാഷാ അല്ലാ. ശരിക്കും പറഞ്ഞാൽ അറബിയുടെ കണ്ണുകൾ നിറഞ്ഞു. സെയ്ഫ് എന്തു പറ്റി? സന്തോഷ നിമിഷങ്ങളിൽ എൻ്റെ കണ്ണുകൾ നിറയുന്നത് നീ കണ്ടിട്ടില്ലേ പെണ്ണെ? അത് തന്നെ. ഓ മാഷാ അല്ലാ. അപ്പോൾ എപ്പോഴാണ്? നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഓക്കെ ആയിക്കോട്ടെ. അവൾക്ക് ബുദ്ധിമുട്ട് വല്ലതും? അവൾക്ക് ഞാൻ ചോദിച്ചു നോക്കട്ടെ. അവൾക്ക് ഇനിയിപ്പോൾ അല്ലെങ്കിൽ അവളിവിടെ നിന്നോട്ടെ. കുഞ്ഞിന് ഞാൻ ഉണ്ടല്ലോ. എന്താ പെണ്ണെ നീ പറയുന്നത്? കുഞ്ഞിന് പാല് കൊടുക്കേണ്ടി വന്നാൽ നീ എന്ത് ചെയ്യാം? നീ കൊടുക്കുമോ? അറബിയുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും സെയ്ത്തൂൻ ബീവിയുടെ ഹൃദയം ഒന്ന് പിടിച്ചു. അവൾക്ക് ആഗ്രഹമായിരുന്നു തനിക്ക് ഒരു കുഞ്ഞിന് പാലൂട്ടാൻ, തൻ്റെ അമ്മിഞ്ഞ കുഞ്ഞിൻ്റെ വായിലേക്ക് നൽകാൻ. പക്ഷേ പടച്ചറപ്പ് അതിന് വിധിച്ചില്ല. അവളുടെ മുഖം പെട്ടെന്ന് വാടിയത് കണ്ട സെയ്ഫ് അറബി അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആഹാ അപ്പോഴൊക്കെ നീ അങ്ങ് ടെൻഷനായോ? എടീ എത്ര ഭാഗ്യവതിയാണ് എൻ്റെ പെണ്ണ്. നീ വിചാരിച്ചപ്പോഴേക്കും നിനക്ക് പടച്ചറബ് ഒരു കുഞ്ഞിനെ തന്നില്ലേ? മാഷാ അല്ലാ, അൽഹംദുലില്ലാ. സെയ്ഫ് അറബിയുടെ നെഞ്ചിലേക്ക് അതാ സെയ്ത്തൂൻ ബീവി വീണു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം. അതെ, എൻ്റെ സെയ്ഫിൻ്റെ കഴിവ് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അല്ലേ? സെയ്ഫ് അറബി ഒന്ന് ഞെട്ടി. സെയ്ഫ് ഒരുപാട് താങ്ക്സ്. ഒരുപാട് അങ്ങ് എൻ്റെ ആഗ്രഹം സഫലീകരിച്ചു തന്നല്ലോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അങ്ങനെ നാളെയാണ് കുഞ്ഞിൻ്റെ സുന്നത്ത് കർമ്മം കഴിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. എളാപ്പയോട് വിളിച്ച് കാര്യങ്ങൾ പറയുന്നു അറബി. എളാപ്പ, പിന്നെ കുഞ്ഞിൻ്റെ സുന്നത്ത് കർമ്മം മോനെ ഇത്ര പെട്ടെന്ന് ചെയ്യണോ? ഉപ്പ അത് അങ്ങനെയല്ലേ നല്ലത്. ആയിക്കോട്ടെ, എത്രയും നേരത്താകുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. പഠിച്ചോ ബർക്കത്ത് ചെയ്യട്ടെ, ഹൈറ് ചെയ്യട്ടെ. എളാപ്പ നിങ്ങൾക്ക് വരാൻ പറ്റുമോ? മോനെ എടാ വരുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ എൻ്റെ ഡ്രൈവർ നാളെ പോവാനടാ. എപ്പോഴാണ്? അവൻ നാളെയാണ്, ഈവനിങ്ങിലാണ്. ഓ എളാപ്പ നാളെ രാവിലെ കൊണ്ടുപോകും. എളാപ്പാക്ക് ഒന്ന് വരാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ വണ്ടി വിടായിരുന്നു. മോനെ നോക്കട്ടെ, പറ്റുന്നുണ്ടെങ്കിൽ ഷെഫീനെ കൂട്ടി ഞാൻ വരാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, നോക്കട്ടെ ഇൻഷാ അല്ലാ. അങ്ങനെ അതാ നാളെയാണ് ഷെഫി ഉസ്താദ് പോകുന്ന ദിവസം നാട്ടിലേക്ക്. നാളെ രാത്രി 8 മണിക്കാണ് ഫ്ലൈറ്റ്. മകൻ്റെ സുന്നത്ത് കല്യാണത്തിന് വേണ്ടി അതാ സെയ്ഫ് വിളിക്കുന്നുണ്ട് എളാപ്പയെ. എന്തൊക്കെ തന്നെയല്ലേ എളാപ്പ പോകാതിരിക്കുമോ? കുഞ്ഞിൻ്റെ അരികിലേക്ക് ഷെഫി ഉസ്താദ് വരുമോ? ഇൻഷാ അല്ലാ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.